അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വാർത്ത കൂടി. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ കറുത്ത തുണിയിട്ട് തലയും മുഖവും ഒക്കെ മൂടി കോടതിയിൽ ഹാജരാക്കി. SFI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ അറസ്റ്റിലായ തൃശൂരിലെ KSU നേതാക്കളെയാണ് വടക്കാഞ്ചേരി പോലീസ് ഭീകരവാദികളെ പോലെ കോടതിയിൽ ഹാജരാക്കിയത്. സംഭവത്തിൽ SHOയ്ക്ക് വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ലിഷോ വിവരങ്ങളാണ്. ലിഷോ, ഒരു തർക്കമോ അല്ലെങ്കിൽ ഒരു സംഘർഷ കേസാണ്. അതിലെ പ്രതികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്തോ വലിയ ഭീകരവാദ കേസുകളിലേതുപോലെയൊക്കെ എന്തിനാണ് അത് ചെയ്തത്? ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമ്പോൾ പോലീസിന് എന്തെങ്കിലും ഒരു വിശദീകരണം അല്ലാതെ വരുന്നുണ്ടോ? ദിവിഷ, അതായത് SFI KSU പ്രവർത്തകർ തമ്മിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ചേലക്കരയിൽ വെച്ച് സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തെ തുടർന്ന് SFI പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഒരു SFI പ്രവർത്തകന്റെ ഫോൺ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിൽ പോലീസ് ചാർജ് ചെയ്തത് ഈ കൊലപാതക ശ്രമക്കേസും അതിനോടൊപ്പം തന്നെ മോഷണക്കുറ്റവും ഒക്കെ തന്നെയാണ് ഈ KSU നേതാക്കൾക്കെതിരെ പോലീസ് ചാർജ് ചെയ്തത്. വടക്കാഞ്ചേരി പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിൽ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കേസ് അന്വേഷണം നടത്തിയിരുന്നത്. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ ഗണേഷ് ആറ്റൂര്, അതുപോലെ തന്നെ KSU ജില്ലാ കമ്മിറ്റി അംഗമായ അൽ അമീൻ, അതുപോലെ തന്നെ കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റായ അസ്ലം K എന്നീ 3 പേരെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ സാധാരണഗതിയിൽ NIA കേസുകളിലൊക്കെയാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ വലിയ വളരെ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്ത പ്രതികളെയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ മുഖം മൂടി ധരിച്ച് കയ്യിൽ വിലങ്ങണിയിച്ച് കൊണ്ടുവരാറുള്ളത്. ഇപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ പോലീസിനോട് ആ കോടതിയിൽ വെച്ച് തന്നെ കോടതി ഇത്തരത്തിൽ വിശദീകരണം തേടുകയും ചെയ്തു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് SIയോട്, അവിടെ SI ആണ് കൊണ്ടുവന്നപ്പോൾ ചോദിച്ചത്. അപ്പോൾ പോലീസ് കോടതിയിൽ ഉടനടി നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇവരുടെ ഐഡന്റിഫിക്കേഷൻ പരേഡ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത്തരത്തിൽ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ കോടതി ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിശദീകരണത്തിൽ തൃപ്തരായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും ഒരു മുഖം മൂടി, അതുപോലെ തന്നെ കയ്യിൽ വിലങ്ങ് മുൻപിലേക്ക് കൈയാക്കി വിലങ്ങ് അണിയിച്ച് ഇങ്ങനെ കോടതിയിലേക്ക് ഹാജരാകേണ്ട അത്രയ്ക്ക് ഉള്ള ഒരു ഗുരുതരമായ കാര്യമാണോ ഇതിൽ നടന്നിരിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.